നമസ്കാരം. ഇത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന നാട്ടിലുണ്ടായ സംഭവം. ഒരു ചേട്ടനും ചേച്ചിയും ഒരു മോളുള്ളൂ, പിന്നെ ചെറിയ മോനുമുണ്ട്. ഒരു മോളെ കെട്ടിക്കാൻ പൈസേൻ്റെ കുറച്ച് ടൈറ്റ് വന്നപ്പോൾ ഒരു പലിശക്കാരനുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഒരു 65 വയസ്സ് കഴിഞ്ഞ ആളാണ്. അപ്പം അയാൾ ഇവർ കുറച്ച് പൈസ ചോദിച്ചു. അപ്പം എന്താ ഈടുള്ളതെന്ന് ചോദിച്ചു. ഈടുള്ളത് ഇപ്പോൾ അവരുടെ പറമ്പിൻ്റെ ആധാരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെയുള്ള സ്വർണ്ണമൊക്കെ എടുത്തിട്ടാണ് മോൾക്ക് കൊടുക്കണത്. അപ്പം എങ്ങനെ നിങ്ങൾ തിരിച്ച് വീട്ടണം, വരുമാനം എന്താണെന്നൊക്കെ ചോദിച്ച ആൾ. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ സ്ഥലം കുറച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ആ സമയത്ത് നിങ്ങൾ ആധാരം എഴുതാൻ നേരത്ത് ആധാരം തന്നാൽ മതി, അപ്പോൾ തന്നെ പൈസ നിങ്ങൾക്ക് തരാം. അപ്പോൾ നല്ലൊരു സ്കീമാണ്, പലിശ കൃത്യമായിട്ട് തരണം പറഞ്ഞു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് 1 മാസമായി, 2 മാസമായി, 5 മാസമായി, 6 മാസമായി, സ്ഥലം വിറ്റ് പോകുന്നില്ല. അപ്പോൾ ഇയാൾക്ക് പലിശയും കൃത്യമായിട്ട് കിട്ടണം. ഇയാൾ കുറച്ച് ചൂടിലായി. ഈ പെൺകുട്ടീനെ കെട്ടിച്ചില്ല, അതിൻ്റെ അമ്മ ആറ്റൻ സാധനം, നല്ല ഷേപ്പുള്ളൊരു ലേഡി. അവർക്ക് ശരിക്കും സാരി ഉടുത്തിങ്ങനെ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കും. ആ നടത്തൊക്കെ ഒരു തലയെടുപ്പുള്ളൊരു സ്ത്രീയാണ്. ഈ പലിശക്കാരൻ ചൂടാകൽ തുടങ്ങിയപ്പോൾ ഇത് കൊടുക്കാൻ ഒരു മാർഗമില്ല. ചേർത്ത് ഐഡിയ കണ്ടുപിടിച്ച് ഇയാൾക്ക് കളിക്കാൻ കൊടുത്ത സംഗതി കട ഒഴിവായി കിട്ടുക എന്നുള്ള സ്കീം നോക്കുക. അങ്ങനെ ഒരു ദിവസം ഇയാളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അവർ. അന്ന് മോനവിടെ ഇല്ല. അപ്പോൾ ഒരു ബോട്ടിലൊക്കെ മേടിച്ച് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വിളിച്ച് പൈസൻ്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞാൽ വിളിച്ച്. എങ്ങനെ ഇത് പറയുക അത് വരില്ല. അപ്പം എടുത്ത് കുറച്ച് അട്രാക്ഷനുള്ള ഒരു നൈസായിട്ടുള്ള നൈറ്റി, അതിൻ്റെ അടിയിലുള്ള പാൻറ്റീസൊക്കെ കാണുന്ന വിധത്തിൽ അടിപ്പാവിടെ ഒന്നും ഇട്ടല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ആളിങ്ങനെ നോക്കി വെള്ളമൊക്കെ. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി അച്ഛൻ ഇത് ഈ മനുഷ്യന് പലിശക്കാരൻ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ്. 2 അടിച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ഉളുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം മാറിപ്പോയി. അല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ കളിക്കുമെന്നൊന്നും പച്ച മൂടിൽ നിന്നും ചിലപ്പോൾ ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. അച്ഛനെന്താ ഇങ്ങനെ നോക്കണേ, ചേട്ടൻ എന്തിനാ ഇങ്ങനെ നോക്കണത്, അവളെ ഇഷ്ടമാണ് വെച്ച്. അപ്പോൾ പറഞ്ഞ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് എന്താടാ കാര്യം, അവള് സമ്മതിക്കുക അല്ലെങ്കിൽ നീ സമ്മതിക്കുക. അപ്പോൾ പറഞ്ഞു ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇയാൾ പറഞ്ഞു നിൻ്റെ കട ഞാൻ ഒഴിവാക്കി തരാം, എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് ഡീൽ ഉറപ്പിച്ച്. അപ്പോൾ ഈ പെണ്ണിൻ്റെ ഭർത്താവിന് വലിയ പണിക്കുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരു ചടങ്ങിന് എപ്പോഴെങ്കിലും ഒന്ന് കളിച്ചു കൊടുക്കുമെന്നുള്ളു, ഒന്നും ആവില്ല പെണ്ണിന്. ഇയാൾ നല്ല കരുത്തനായിട്ടുള്ള മനുഷ്യനാണ്. 65 വയസ്സാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അയാളുടെ സാധനമൊക്കെ ഉണ്ടല്ലോ ഒന്നാം തന്നെ സംഭവം. അവസാനം ബെഡ്റൂമിലേക്ക് കയറ്റി വിട്ട് രാത്രി. ഈ പലിശക്കാരൻ കളിച്ചിട്ട് കേൾക്കണം, പെണ്ണിന് അതുവരെ ഉണ്ടായിരുന്ന സകല കൊതിയും ആർത്തിയും ഒക്കെ അവിടെ അങ്ങോട്ട് ചിലവായി. അതിനും വേണ്ടി ഇയാൾ കളിച്ചു കൊടുത്ത്. പിന്നെ പറമ്പിൻ്റെ ആധാരം തിരിച്ചു കൊടുത്ത്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ടായി. ഈ പെണ്ണിന് പലിശക്കാരന് ഇടക്കിടക്ക് വേണം. അപ്പോൾ ഈ ഭർത്താവിന് ആദ്യം ദേഷ്യമായിരുന്നു. അപ്പം പറഞ്ഞ് എൻ്റെ മനുഷ്യ ഏതായാലും അയാൾ ഉപകാരമുള്ള ഒരാളാണ്, ഇടക്ക് വന്ന് പോയിക്കോട്ടെ, എപ്പോഴെങ്കിലും അത്യാവശ്യം വന്നാൽ എന്തെങ്കിലുമൊക്കെ തരികയും ചെയ്യും,
എനിക്കൊരു കാര്യം, എനിക്ക് നല്ല കളി നല്ല ഇഷ്ടമായി. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും എല്ലാം തുറന്ന് പറഞ്ഞ ആൾക്കാരാണ്. എന്നായിക്കോട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതിലേ വരുവോ ചോദിക്കും. കാർന്നവർക്ക് നല്ല തൃപ്തിയാണ്. അയാളുടെ ഭാര്യയൊക്കെ കുറേ മുന്നേ വരച്ചതാണ്. ഏട്ടൊക്കെ വന്നിട്ട് കളിച്ചു കൊടുക്കും കുറേ കാലം. പിന്നെ എന്തായിന്നറിയില്ല. പിന്നെ ഞാനവിടെ നിന്ന് പോകുന്നു. ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്.